ഞാൻ അബുദാബിയിലാണ്. അപ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാവുന്നത്. ഇവിടെ വല്ല കുഴപ്പമൊന്നും ഇല്ല, പക്ഷെ എന്നാലും അവിടെയും ഇവിടെ പൊട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ട്, നടക്കണുണ്ട്. പക്ഷെ നമ്മളെ ഭാഗത്തേക്കൊന്നും അങ്ങനെ പ്രശ്നമില്ല എന്നല്ല, എന്നാലും പ്രശ്നമുണ്ട് ചെറുങ്ങനെ രീതിയിലൊക്കെ. എന്തായാലും നമുക്ക് ബാധിച്ചിട്ടൊന്നുമില്ല. എന്നാലും പണിക്ക് പോകണം, വരണം, രാവിലെ വെച്ചോണം പണിക്ക് പോകണം, അത് ഇഷ്ടം തന്നെയാണ്. എൻ്റെ ബർത്ത്ഡേക്ക് പറഞ്ഞാൽ അനിയത്തി അളിയനും പാടാണ് ആ ചങ്ങായിക്ക് മെസ്സേജ് അയച്ചിരുന്നത്, അഞ്ച് പറഞ്ഞേക്കാം. പക്ഷെ ഓല കെയർ ഓഫിൽ വെച്ച് തരുമെന്ന് എൻ്റെ മനസ്സിലേ ഇല്ല. ഇവലായിട്ട് പരിചയപ്പെടും, അത് ഞാൻ കൊളാബ് ചെയ്തിട്ട് അങ്ങനെയാണ് ഓർക്ക് കിട്ടുന്നത്. പക്ഷെ ഓലും പാടെ സർപ്രൈസ് എന്നപ്പോ പെരക്കാരും തിന്നു, ഓലും പാടെ കൂടിയപ്പോ എന്താ പറയാ, ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഹലോ, അസ്സലാമു അലൈക്കും. ഇപ്പൊ നോമ്പായിട്ട് അനിയത്തി പറയുന്നുണ്ട്, ഫസ്റ്റത്തെ നോമ്പ് മുതൽ പറയുന്നുണ്ട് എടുക്ക് ഇവിടെ ആയതുകൊണ്ട് നീപ്പിച്ചാനാരുമില്ല. അതേമാതിരി ഒക്കെ കണ്ടോ നമ്മൾ തന്നെ നീച്ച ഫുഡ് വാങ്ങിക്കൊണ്ടുവരും, അപ്പോൾ തന്നെ ടൈമാവും. അപ്പോൾ അതിൻ്റെ ടൈം കിട്ടലില്ല. അപ്പം എന്താ പറയുക, അപ്പോൾ നാളെയും ഇന്നലെയും നൈറ്റ് ഡ്യൂട്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഉച്ചയ്ക്ക് നല്ല ഉറങ്ങിയോണ്ടും അതേമാതിരി ഉറക്കം വരാത്തോണ്ടൊന്ന് നേരത്തെ നീച്ചാണ്. അങ്ങനെ എടുക്കുന്ന ഒരു വീഡിയോ ആണിത്. ഫസ്റ്റ് മുതലേ പോലെ പറയണ്ടേ വീഡിയോ എടുക്ക്. പിന്നെ അതിൻ്റെ ഇടക്കാണ് അന്നിപ്പോൾ 3 ദിവസം മുമ്പ് ഞാൻ എടുക്കാൻ വിചാരിച്ചിരുന്നു. അതിൻ്റെ ഇടക്കാണ് ഇവിടെ ഞാൻ അബുദാബിയിലാണ്. അപ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാവുന്നത്. ഇവിടെ വല്ല കുഴപ്പമൊന്നും ഇല്ല, പക്ഷെ എന്നാലും അവിടെയും ഇവിടെ പൊട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ട്, നടക്കണുണ്ട്. പക്ഷെ നമ്മളെ ഭാഗത്തേക്കൊന്നും അങ്ങനെ പ്രശ്നമില്ല എന്നല്ല, എന്നാലും പ്രശ്നമുണ്ട് ചെറുങ്ങനെ രീതിയിലൊക്കെ. എന്തായാലും നമുക്ക് ബാധിച്ചിട്ടൊന്നുമില്ല. എന്നാലും പണിക്ക് പോകണം, വരണം, രാവിലെ വെച്ചോണം പണിക്ക് പോകണം, അത് ഇഷ്ടം തന്നെയാണ്. അപ്പം അതിൻ്റെ ഇതിലായിട്ട് ആർക്കും ലീവോ അങ്ങനെയൊന്നും ഇല്ല. അപ്പോൾ ഇന്നലെ ലീവേനു. ഇന്നലെ അത് വേറെ അവിടുത്തെ സൈറ്റിലത്തെ പ്രശ്നം കൊണ്ടാണ് വർക്കില്ല കഴിഞ്ഞത്. അപ്പം അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇവിടെ ഇപ്പം 4 മണിയായി. ഇപ്പോൾ നീച്ചു. ഇവിടെ പറഞ്ഞാൽ ബാങ്ക് പറഞ്ഞാൽ 5:20 നമ്മളിവിടെ ബാങ്ക്. അപ്പോൾ നീച്ചു. ഞാൻ ഫുഡ് പറഞ്ഞാൽ ഇപ്പോൾ എന്താ പറയുക, ഇന്നലത്തെ ഫുഡുണ്ട്. ഇന്നലെ പറഞ്ഞാൽ ഞാൻ ഇന്നലെ ചെക്കന്മാർപ്പം പുറത്തേക്ക് നോമ്പെടുക്കാൻ പോയിനി. അപ്പോൾ ഞാൻ ഒന്നാമതാണ് ഞാൻ ഇവിടെ മെസ്സിലുണ്ട്. അപ്പം അതിൻ്റെ ഫുഡും കിട്ടും, അതേമാതിരി ഞങ്ങൾക്ക് കമ്പനീൻ്റെ വക നോമ്പിന് മാത്രം നമുക്ക് ഫുഡ് തരും. അപ്പം അതിൻ്റെ ഫുഡും ഉണ്ട്. അപ്പം അത് ഇന്നലെ കഴിക്കാൻ പറ്റിയിട്ടില്ല. അപ്പം അതാണ് ഇപ്പോൾ രാവിലെ കഴിക്കണത് പാൽച്ചക്ക്. അപ്പം അങ്ങനെ ഇനിയിപ്പോൾ പല്ലേക്കാൻ പോകണം. അങ്ങനെ ഇപ്പം നാട്ടിലാണ് പറഞ്ഞാൽ ആരെങ്കിലും ചോട്ടി നീപ്പിച്ചാണ്ടാവും. പക്ഷെ ഇവിടെ ആയതുകൊണ്ട് നമ്മൾ തന്നെ നീച്ചണം. ആ ഒരു ഇതാണ്. ഇടക്ക് ടൈമിനെ നീച്ചുള്ളൂ. ബാങ്ക് കൊടുക്കണേൻ്റെ ഒരു 10-15 മുമ്പൊക്കെ നമ്മൾ നീക്കുക. അപ്പോൾ പെങ്ങളുമാര് പറയും വീഡിയോ വെച്ചുമ്പോൾ നമുക്ക് ഇതേ പറയാനുള്ളൂ, നീച്ചിട്ടില്ല ജംന, നീച്ചിട്ടില്ല ജിഫ്ന. അപ്പോൾ ഓൽക്കും മനസ്സിലാവും വിളിച്ചാൻ ആരും ഇല്ലല്ലോ. നാട്ടിലാന്ന് പറഞ്ഞാല് ഇമ്മ പറഞ്ഞാൽ പിന്നാലെ കൂടി നീച്ച് പറഞ്ഞാണ്ട് നീപ്പിച്ചുക. അങ്ങനെയൊക്കെ പുറത്ത് പോയാൽ അങ്ങനെയല്ലേ നമ്മളും. ഒന്ന് പോരാത്തിന് ഞാൻ ഒറ്റ കാണാനും. അങ്ങനെ പിന്നെ ഇന്നെ തന്നെ നീപ്പിച്ച ഇപ്പം വരും, ഒരു മേലത്തെ ചങ്ങായി പിന്നെ നീപ്പിച്ചാൻ വരും. ഒരു UP-ത്തെ ചങ്ങായിയാണ്, ഉത്തർപ്രദേശത്തെ ചങ്ങായിയാണ് ഇന്നൊന്നും പറഞ്ഞ് നീപ്പിച്ചല്. ഞാൻ നീച്ചിട്ടില്ലെങ്കിലും തട്ടി നീപ്പിച്ചും അവൻ ഇടക്കൊക്കെ വരുമോ. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇനി പോയി പല്ലേച്ചിട്ട് വരാം. പല്ലേക്കണം, ഓളെടുക്കണം, ഫുഡ് കഴിക്കണം. അങ്ങനെ അപ്പോൾ ഒന്ന് ഫ്രഷ് ആയിട്ട് വരാം. അപ്പോൾ പല്ലേച്ച് വന്നു, ഇനി ഫുഡ് കഴിക്കണം. ഫുഡ് പറഞ്ഞാൽ അല്ലാത്തപ്പോഴൊക്കെ ഞാൻ ഇവിടെ ഹോട്ടലുണ്ട്, മെസ്സാണ് പറഞ്ഞില്ലേ, അവിടെ പോയാൽ നല്ല കൊടുഞ്ചോറും കിട്ടും, നല്ല മോരും കറിയും മീൻ കറിയും അതേമാതിരി സാമ്പാറോ ചിക്കൻ കറിയോ അങ്ങനെ കിട്ടും. ഇതെന്നാൽ എങ്ങനെയാണ്
എന്താ പറഞ്ഞാൽ ഇങ്ങനെ കിട്ടുക. അവനവൻ്റെ പേര് എഴുതി വെച്ചാണ്ട് ഇത്ര പാർസൽ എന്നാണ്ട് ഇങ്ങനെ ഉണ്ടാവും. ഓരോരുത്തർക്ക് ഡെയിലി ഉണ്ടാവും കേട്ടത്. ഡെയിലി 30 ദിവസം പറഞ്ഞാൽ 30 ദിവസം ഇതുണ്ടാവും. അതേമാതിരി അതിൻ്റെ ഒപ്പം എന്താ പറയുക, ആപ്പിൾ ഉണ്ടാവും, അല്ലെങ്കിൽ മുസമ്പി ഉണ്ടാവും, പിന്നെ കാരക്ക. അങ്ങനെ നോമ്പിന് മാത്രം നമുക്ക് അൽബാബ് തരുന്നതാണ്. അല്ലാത്ത ഇതിലൊക്കെ നമുക്ക് അന്ന് ഫുഡ് ഇല്ല കമ്പനിയിൽ. പിന്നെ നോമ്പാകുമ്പോൾ അതിനെ വലിയ കിട്ടല്ല കേട്ടോ. നോമ്പാകുമ്പോൾ തന്നെ അൽബാബ് നമുക്ക് തരുന്നതാണ് ഈ ഫുഡിൻ്റെത്. അപ്പം അങ്ങനെ, അപ്പോൾ ഫുഡ് കഴിക്കട്ടെ. ഇപ്പോൾ നാളത്തെ പറഞ്ഞാൽ ഇപ്പം നേരം വെളുത്ത ഇനിയിപ്പോൾ നാളെ നൈറ്റ് ഡ്യൂട്ടിയാണ്. റൂമിലാണ് പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ല, പ്രത്യേകിച്ച് കാട്ടാനൊന്നുമില്ല. കുറച്ച് തിരുമ്പാണ്ട്, അതേമാതിരി റൂമൊന്നും ഇങ്ങനെ ചെറുങ്ങനെ തട്ടാണ്ട്, അങ്ങനത്തെ പണിയുള്ളൂ. അപ്പോൾ ഫുഡ് കഴിക്കട്ടെ. അതേമാതിരി ടോപ്പ് പോകാൻ വേണ്ടി ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ നോമ്പറക്കാൻ പോയിനു. അപ്പോൾ എൻ്റെ ബിരിയാണി ഞാൻ ചെങ്ങായിൻ്റെ റൂമിൽ വെക്കാൻ പറഞ്ഞു. അപ്പോൾ 2 ബിരിയാണി ഉണ്ടായിനി. ചേച്ചി 2 ബിരിയാണി തരലുണ്ട്. ഇവിടുത്തെ ആളിങ്ങനെ പാകിസ്ഥാനിയാണ്. അപ്പോൾ സ്നേഹം കൊണ്ട് ചെന്ന് 2 ബിരിയാണി തരലുണ്ട്. അപ്പോൾ ഒന്നിൽ ചിക്കൻ പീസ് ഉണ്ട്, ഒന്നിൽ കാലി റൈസും ഉണ്ട്. അപ്പോൾ ഓൻ്റെ റൂമിൽ വെച്ചിട്ട് എടുത്തത് മാറിയേക്കണ്. അപ്പം ഞാൻ വന്നപ്പോൾ കൈയിട്ട് നോക്കണേ, ചിക്കൻ പീസ് ഇല്ല. ചിക്കൻ പീസ് ഇല്ലാതെ വെറും ചോറാണെങ്കിൽ ഇറങ്ങൂല. അപ്പം ഇനി ഹോട്ടലിൽ പോയാണ്ട് വല്ല കറിയോ എന്തെങ്കിലും വാങ്ങിയിട്ട് വരാം. എന്താ കേട്ട, ചോറ് മാറി, ചോറെടുത്തത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി. പറഞ്ഞപ്പോൾ നടക്കാട്ടോ ഹോട്ടലിലേക്ക് അവസ്ഥയാണ്. ഞാനിപ്പോൾ വാങ്ങി പോന്നിട്ടോ. പറഞ്ഞ 4:30 5:00 ബാങ്ക്. ഇതാണ് വാങ്ങിക്കുന്നത്. മലയാളി ഹോട്ടലൊന്നും തുടങ്ങിയിട്ടില്ല, ഒരു ബംഗാളി ഹോട്ടലാണ്. അവിടുന്ന് വാങ്ങിയിട്ട് ഒരു ചിക്കൻ കറി വാങ്ങിയിരുന്നു. ഞാനിപ്പോൾ റൂമിലെത്തി. ഇനി കഴിക്കട്ടെ. അപ്പോൾ വന്ന് റൂമിലെത്തി. ഇപ്പോൾ ഇത് ഓപ്പണാക്കി കാട്ടിത്തരാനൊന്നുമില്ല. അറിഞ്ഞാൽ ഇതൊക്കെയാണ് അവസ്ഥ. കൊണ്ടുവരിക, വാങ്ങുക, തിന്നുക, കടക്കുക, നീച്ച പണിക്കുക. രാവിലെയും സെയിം സിസ്റ്റം. വരിക പോവുക. അതേമാതിരി ഞാൻ ഇപ്പോൾ ഇവിടെ കമ്പനിയിലാണ്. ഞാൻ പേപ്പർ കൊടുത്തു. ഞാൻ റിസൈൻ പേപ്പർ കൊടുത്തിട്ട് ഒരാഴ്ചയായി. ഇപ്പം ഇൻഷാല്ലാ 2 മാസമോ 1.5 മാസം കൊണ്ട് എൻ്റെ കയ്യും അങ്ങോട്ട് നാട്ടിൽ പോകണം ഇൻഷാല്ലാ. അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ വിചാരിച്ചിരിക്കുന്നത്. എന്താ ഏതാണെന്നറിയില്ല. ഇതാണ് സംഭവം. ഉണ്ടോ ചിക്കൻ കറിയൊക്കെ കുഴപ്പമില്ലാത്ത കറിയൊക്കെ, നല്ല ചില കറിയൊക്കെയാണ്. അപ്പോൾ ഫുഡ് കഴിച്ചിട്ടെ. നേരമല്ല, ഫുഡ് കഴിച്ചിട്ടുണ്ട്. പിന്നെ എന്താ വെച്ചാൽ കാട്ടിത്തരാൻ പറയാം. ആദ്യം ഫുഡിൻ്റെ പരിപാടി തന്നെ പിന്നെ കഴിഞ്ഞില്ലേ, അല്ലെങ്കിൽ ബാഗ് കൊടുക്കും പറഞ്ഞാൽ അങ്ങനെ ഇരിക്കണം. ഫുഡ് കഴിച്ചിട്ടാണ്. അതേമാതിരി ഇന്നലെ റൂമിക്ക് വന്ന് ചോദിച്ചതാണ്, ഏത് ചിക്കനാണ് എടുത്തിക്കണം, അതിൽ കോഴി പീസ് ഉണ്ടോ. അപ്പം ഞാൻ പറഞ്ഞു ഇല്ല, എൻ്റെ എഴുത്തില്ലാണ് കോഴി പീസ് ഇടയിലെന്ന് ഞാൻ പറയുകയും ചെയ്തു. അങ്ങനെ വന്ന് ചോദിച്ചും ചെയ്തു. പിന്നെ വന്ന് കൈയിട്ടപ്പോഴാണ് നോക്കണത് ചിക്കൻ പീസ് ഇല്ല. അങ്ങനെയൊക്കെ. പിന്നെന്താ, ഇതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ. ഇനിയിപ്പോൾ രാവിലെ നീച്ച 12 മണി 1 മണിയാവും നീച്ചണമെങ്കിൽ. ചിലപ്പോൾ അതിൻ്റെ മുമ്പ് നീച്ചും. ഇനി നിസ്കാരം കഴിഞ്ഞാൽ തന്നെ ഫോൺ കണ്ടാണ്ട് ഇങ്ങനെ ഇരിക്കും കുറച്ച് നേരം. അങ്ങനെയൊക്കെ. ഇപ്പോൾ ഇന്നലെ പണിയില്ലാത്തതുകൊണ്ട് ഇന്നലെ നല്ലോണം ഉറങ്ങി. ഇന്നലെ പെരയിൽ തുടങ്ങിയിരുന്നു. പെരയിൽ തുടങ്ങിയപ്പോൾ ഞാൻ എന്താട്ടി, ചെക്കന്മാരെ വിളിച്ചാണ്ട് ഞങ്ങളും ഇവിടെ ചെറുമട്ടത്തിൽ ഞങ്ങളും തുടങ്ങി നടത്തി. ഞങ്ങളൊരു 5 ആളുണ്ട്. ഇപ്പം നിങ്ങൾക്ക് കണ്ടാൽ ഈ ബർത്ത്ഡേക്ക് ആ റീല് കണ്ടാലും അതേമാതിരി ബർത്ത്ഡേൻ്റെ പരിപാടിയില്ലേ, അത് കണ്ടാലും നിങ്ങൾക്ക് മനസ്സിലാവും. ഞങ്ങളൊരു 5 ആളുണ്ട്. 3 ആള് പട്ടാമ്പിയാണ്, ഒരുത്തൻ മണ്ണാർക്കാട്. ഞങ്ങൾ ഫസ്റ്റ് മുതൽ അങ്ങനെ സെറ്റായതാണ് ചെക്കന്മാർ. അപ്പോൾ
ഞാൻ പറഞ്ഞില്ല അങ്ങനെ പരിചയപ്പെട്ടാണ് ഞങ്ങളെ ചെക്കന്മാര്. അപ്പോ എന്റെ ബർത്ത്ഡേക്ക് പറഞ്ഞാല് അനിയത്തി അളിയനും പാടാണ് ആ ചങ്ങായിക്ക് മെസ്സേജ് അയച്ചിരുന്നത്, അഞ്ച് പറഞ്ഞേക്കാം. പക്ഷെ ഓല കെയർ ഓഫിൽ വെച്ച് തരുമെന്ന് എന്റെ മനസ്സിലേ ഇല്ല. ഇവലായിട്ട് പരിചയപ്പെടും, അത് ഞാൻ കൊളാബ് ചെയ്തിട്ട് അങ്ങനെയാണ് ഓർക്ക് കിട്ടുന്നത്. പക്ഷെ ഓലുംപാടെ സർപ്രൈസ് എന്നപ്പോ പെരക്കാരും തിന്നു, ഓലുംപാടെ കൂടിയപ്പോ എന്താ പറയാ, ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അങ്ങനെ നമ്മളി അങ്ങനെ കൊണ്ടടക്കണ അക്കന്മാരാണ്. ഞാനും അങ്ങോട്ടും നല്ല കമ്പനിയാണ്. അപ്പൊ ഓല കയ്യിൽ നിന്നും ആ ഇത് കിട്ടുമ്പോ അതേമാതിരി പെങ്ങളും അനിയത്തിയായാലും പെരക്കാരായാലും എല്ലാരും നല്ല എഫേർട്ട് എടുത്താണ്. നമ്മള് പറഞ്ഞ നാട്ടില് പറഞ്ഞാല് ബർത്ത്ഡേക്ക് തരുന്ന അതേമാതിരി അല്ലല്ലോ, നമ്മളെ അങ്ങോട്ട് കൊടുക്കണ മാതിരിയല്ല നമുക്ക് ഇങ്ങോട്ട്. അതും ദുബായിൽ നിന്നൊക്കെ എങ്ങനെ തരികയെന്ന് പറയുമ്പോ അതും വേറൊരു ഇതല്ലേ. അപ്പോ അതിന് ഞാൻ നല്ല ഹാപ്പിയാണ്. നമുക്ക് അറിയാന് ഇങ്ങനെ എഫേർട്ട് എടുത്ത ആരുമില്ല. പെരക്കാരും അനിയത്തിയായാലും താത്തയായാലും അളിയന്മാരെ തന്നെ ഉള്ളൂ. അപ്പോ അതില് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അത് കിട്ടിയപ്പോ തന്നെ, നിങ്ങൾക്ക് കിട്ടിയ കേക്ക് കിട്ടിയപ്പോ ഇതിന്റെ ചിരി കാണുമ്പോ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടെന്ന് അറിയില്ല. നമ്മള് മനസ്സിൽ വിചാരിച്ചാത്ത കാര്യം പെട്ടെന്ന് നമുക്ക് കാണുമ്പോ അതിന്റെ ഒരു ഇത് നല്ലതുണ്ടായിന്. അപ്പൊ അങ്ങനെ ഇപ്പൊ ഫുഡ് കഴിച്ചത് കഴിഞ്ഞു. ഇനിയിപ്പോ ബാങ്ക് കൊടുക്കണമെങ്കിൽ ഇപ്പൊ 10-20 മിനിറ്റ് ബാക്കിയുണ്ട്. അപ്പൊ അങ്ങനെ ഇനി അത് കഴിഞ്ഞിട്ട് കിടക്കണം. നാളെ ഞാൻ പറഞ്ഞില്ലേ എപ്പോഴാ നീക്കാൻ കഴിയില്ല. നീച്ചിട്ട് അല്ലാതെ ചില്ലറ പണിയുണ്ട്, കുറച്ച് തിരുമ്പാണ്ട്, അതേമാതിരി ചെറിയ പണികളൊക്കെ ഉള്ളു. പിന്നെ നൈറ്റ് ഡ്യൂട്ടിയാണ്. അങ്ങനെ ഇനിയിപ്പോ നാളെ ഇപ്പൊ എന്താ അവസ്ഥ, എന്താ വീഡിയോ കാണിക്കാന്നൊന്നും അറിയില്ല. ഇനിയും കൂടെ കഴിയണ മാതിരി ഇൻഷാല്ലാ നോക്കി വെക്കാം. അപ്പോ സ്കെച്ച് കിടക്കാൻ നോക്കട്ടെ. ഇൻഷാല്ലാ നാളെ കാണാം. അപ്പൊ അങ്ങനെ ഇപ്പൊ നീച്ചു 12 മണിയായി ഇവിടെ. ഇപ്പോഴാണ് നീച്ചണത്. ഇപ്പൊ പെൽച്ചക്കായാലും ഇപ്പൊ ഫുഡ് കഴിച്ചിട്ട് പിന്നെ നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ചെയ്യും കിടക്കണമെങ്കിൽ. അങ്ങനെ ഫോൺ എന്തെങ്കിലുമൊക്കെ അങ്ങനെ കണ്ടിങ്ങനെ അങ്ങനെയാണ്. ഇനിയിപ്പോ കുറച്ച് തിരുമ്പാന്നാല് കുറച്ച് ജേഴ്സിയും കണ്ണി കണ്ടൊക്കെയാണ് തിരുമ്പാ. യൂണിഫോം ഉണ്ടായിന് ഇന്നലെ തിരുമ്പിട്ടു. അങ്ങനെ ഇതൊക്കെ പറഞ്ഞാ ഇവിടെ വന്നിട്ട് ഞങ്ങളിപ്പോ ഒരു ചെറിയ ടീമുണ്ട് ഇപ്പൊ ഇവിടെ. അങ്ങനെ ഇപ്പൊ 2 കളി കഴിഞ്ഞിട്ട് ഇപ്പൊ അങ്ങനെ 1-2 സെക്കൻഡ് അടിച്ച്. ഏറ്റവും സങ്കടം പറഞ്ഞാൽ ഇപ്പോ ഞാൻ പറഞ്ഞില്ല ക്യാൻസലേഷന് കൊടുത്തിരുന്നു. ഏറ്റവും സങ്കടം പറഞ്ഞാല് ഇപ്പൊ ഞങ്ങള് ഒരു 10-11 ആൾക്കാരുണ്ട്. ഞങ്ങൾ അങ്ങനെ ടച്ചായ ആൾക്കാരിന് നല്ല കമ്പനി ആയാണ്ടും ഇനിയിപ്പോ ഇവിടുന്ന് പോവാ അറിയുമ്പോ അങ്ങനെ ഒരു സങ്കടമുണ്ട്. ഓല വിട്ട് പോണ ഒരു നല്ല ഇടങ്ങാറുണ്ട്. എല്ലാരും അത്രയ്ക്ക് കമ്പനി തന്നെയാണ്, അത്ര കമ്പനി തന്നെ. ഇപ്പൊ ഈ നാട്ടിലത്തെ ചെക്കന്മാരമായി തന്നെ ആ ടച്ച് ഉണ്ടായി വരുന്നീനി. ഇനിയിപ്പോ അപ്പൊ ഇതിന് പോവാനായി അങ്ങനെയൊക്കെ. ഞാൻ ഇതില് 3 അലമാരുണ്ട്. എങ്ങനെ ഇതൊക്കെ എന്റെ തന്നെയാണ്. ഒറ്റക്കായോണ്ട് നമുക്ക് എന്തും കേട്ട എല്ലാം അമ്മൽ തന്നെയാണ്. ഇങ്ങനെ തിരുമ്പാലൊക്കെ ഇതിലുണ്ട് ഇട്ടേക്കലാണ്. അങ്ങനെയൊക്കെയാണ്. ഇതില് പലിയിലായിക്കാരം ഇനി ചിലപ്പോ ഇതിലായിക്കാരം വെയിലൊക്കെയാണോ ഇത് വരുന്ന വെച്ചാല് അതിലോണ്ട് ഇട്ടേക്കും. അങ്ങനെയൊക്കെയാണ്. ഇങ്ങോട്ട് പിന്നെ ജേഴ്സിയൊക്കെ ആകുമ്പോ ആഴ്ചയിലൊക്കെ ആണെങ്കിൽ തിരുമ്പും. അങ്ങനെ ഇങ്ങോട്ട് പോക്കൊന്നുമില്ല. ഇപ്പൊ നോമ്പല്ലേ, കളിച്ചാനും പോക്കില്ല. അങ്ങനെയൊക്കെയാണ്. പിന്നെ തിരുമ്പണം, അതേമാതിരി ഇട്ടാണ്ട് ഇങ്ങനെ അയച്ചുവിടും ആങ്കറിന്. അങ്ങനെയൊക്കെയാണ്. കാരണം നാട്ടിൽ നിന്നൊക്കെയാന്ന് പറഞ്ഞാല് അയച്ചിട്ട് അമ്മാക്കെടുക്ക ഇവിടൊക്കെ നമ്മളെന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അതും ഇതും തിരുമ്പലും. ഇവിടെ പറഞ്ഞാൽ തിരുമ്പലാണ് വാഷിംഗ് മെഷീനിലാണ്. ₹1 പോയിന്റ് പരിപാടിയാണ്. ₹1 പോയിന്റ് പറഞ്ഞാല് ഇവിടെ ഉള്ളവർക്കൊക്കെ അറിയും കേട്ടോ. ചിലപ്പോ വീഡിയോയിൽ തന്നെ നിങ്ങൾ പറയണ്ടാവും എന്തിനാ ഇതൊക്കെ പറയണേ. ഇതൊക്കെ എല്ലാ പ്രവാസികൾക്ക് അറിയാം. പ്രവാസികൾ കാണുന്നുണ്ടെങ്കിലാട്ടോ, അല്ലാത്തവർക്ക് വേണ്ടിട്ട് പറയാണ്. ഇതിൽ നമ്മള് പൗഡർ ഇടും, അതേമാതിരി ₹1 കോയിനും 24 മിനിറ്റിന് ₹1 കോയിന്. അത് കഴിഞ്ഞാൽ ആ ഉണക്കി തരും. ഇവിടെ ഉണക്കി തരുന്നില്ല. ഇവിടെ മെഷീൻ കയറാണ്, കാലി തിരുമ്പിയിട്ട് പിന്നെ ടൈമർ അതിന് അലാറം ആവും. അപ്പൊ നമ്മൾ പോയി എടുത്തോണ്ട് അങ്ങനെയാണ് ഇവിടെ. അപ്പൊ
ഇത് കുറച്ച് തിരുമ്പാണ്ട്. ഇതിപ്പോ ഞങ്ങള് നാട്ടിൽ നിന്ന് ഇപ്പൊ പുതിയ ജേഴ്സി അടിച്ചുകൊണ്ടെന്നാണ്. ഇപ്പൊ ഒരു ടീമുണ്ട് പറഞ്ഞില്ലേ, ആ ടീമിന്റെ ഒരു ജേഴ്സിയാണിത് ഇവിടെ തന്നെ. അപ്പൊ അങ്ങനെ അത് പറഞ്ഞാല് ഇപ്പൊ പുതിയ അടിച്ചതാ. ആദ്യം വേറെ ജേഴ്സിന്, ഇപ്പൊ ഒന്ന് അടിച്ചു. അങ്ങനെയൊക്കെ എന്താ പറയാ, ഒന്നും പറയാനൊന്നും ഇല്ല. അതുകൊണ്ടാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്നത്. എങ്ങോട്ടും പോകാനും ഇല്ല, നോമ്പല്ലേ. അപ്പൊ ഇനി കുറച്ച് കഴിഞ്ഞാൽ പണിയുണ്ട്, പണിക്ക് പോകണം. 4 മണിക്കോ അല്ലെങ്കിൽ ചിലപ്പോ നോമ്പൊടുന്നിട്ടായിക്കാരം, എപ്പോഴാന്ന് അറിയില്ല. നോമ്പൊടുന്നിട്ടായ സുഖമാണ്, അല്ലെങ്കിൽ ഇടങ്ങേറാണ്. എന്തായാലും നോക്കട്ടെ, ഇത് പോയി തിരുമ്പിയിട്ട് വരാം. പോയി ഞാൻ ബക്കറ്റ് എടുത്തിട്ട് വരാം. കുറച്ചുണ്ട്, അത്യാവശ്യം നല്ല കുറച്ച് ഡ്രസ് ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പല വീഡിയോയിലും ഞാൻ കാട്ടിക്കണം. എന്റെ ഇവിടെ കൊണ്ടുവന്നാണ്ട് ഇവിടെ ഇടലാണ് തിരുമ്പിയിട്ട് ഇവിടെ കൊണ്ടുവന്നിടലാണ്. ചാവി എടുത്തിട്ടില്ല. ഇവിടെ വന്നാല് ഓരോരുത്തർക്ക് ഓരോ റൂമിനൊക്കെ ഓരോ ഇതാണ്, വാഷ്റൂമാണ്. അപ്പൊ ചാവി വേണം എല്ലാത്തിനും. അല്ലെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയാണ്ട് പോലെ കച്ചടാക്കി വെക്കും. കച്ചട പറഞ്ഞാല് പലരും കയറും. ഇതാകുമ്പോ അങ്ങനത്തെ പ്രശ്നമല്ല. നമ്മുടെ സാധനങ്ങൾ തന്നെ അങ്ങനെയൊക്കെയാണ്. ലൈറ്റ് ഇങ്ങനെയാണ് നേരം. ഇതാണ് നമ്മൾ കിട്ടും. അങ്ങനെയൊക്കെയാണ്, പലതും പലതാണ്, പല തരത്തിലാണ്. ബക്കറ്റ് ഇടുക, ബക്കറ്റ് ഇട്ടിട്ട് മുങ്ങ, ഇതൊക്കെ തന്നെയാണ് വെറുതെ ഇരുമ്പാണ്. ഇവിടെ 2 ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെ തിരുമ്പ, പൈസ എടുത്ത് തിരുമ്പ, ഉണക്കിയിടുക, എടുക്കുക, അങ്ങനെയൊക്കെ. അപ്പൊ ആ റൂമത്തെ ഡ്രസ് ഇനിയിപ്പോ ഇങ്ങോട്ട് കൊണ്ടിട്ടാട്ടെ. ബക്കറ്റ് കൊണ്ടുവന്ന് വെച്ചു. പിന്നെ ഒന്ന് പറഞ്ഞാല് നമ്മള് ഇങ്ങനെ വെക്കും. ഐക്കെന്ന് പറഞ്ഞാല് ഈ സാബൻ പൊടിയാണ്. ഇങ്ങനെ ബോക്സ് വാങ്ങലാണ്, ഇതേപോലെ നടക്കുള്ളൂ. അപ്പൊ കാട്ടിത്തരാം. ഒറ്റ കൈയുള്ളൂ, അപ്പൊ ചെരിക്കാൻ പറ്റൂലേ. അപ്പൊ അങ്ങനെ ഇതിലേക്ക് ഇട്ടു. ഇത് മടക്ക, അതേമാതിരി ബക്കറ്റ് കൊണ്ടിടുക, ബക്കറ്റ് എടുക്കുക, പോവുക. പിന്നെ അതേമാതിരിയാണ് ഈ ₹1 കോയിന്. ഇതാണ് ഇവിടുത്തെ കോയിന്. ഈ ₹1 പിന്നെ അതിക്ക് ടൈമർ വരും. ഞാൻ കാട്ടിത്തന്നെ ഇങ്ങനെ. എല്ലാവർക്കും ഇല്ല മെഷീനാട്ടോ, നമ്മുടെ കമ്പനിക്ക് എല്ലാവർക്കും പോയാണ്. ഇതാണ് മെഷീൻ. അതൊക്കെ എങ്ങനെയാണ് അതൊക്കെ കാണുന്നത്. അങ്ങനെ ഇത് പൗഡറില്ല കേട്ടോ, ഇത് ലാസ്റ്റ് ഇടും. ബാക്കി കൈക്കിടുക. ഇത് കൂട്ടിയിട്ട ആ ജേഴ്സിന്ന് പോകൂല എങ്ങനെയായാലും. അല്ല ₹1 പോയി, ഇതിലേക്ക് പോയി. ₹1 ഉള്ളിൽ ചാടീന്. അപ്പൊ അങ്ങനെ ഇതടക്ക, അടക്കലൊക്കെ കേടുന്നു. ഒക്കെ സിസ്റ്റാണ്. ഇതിലേക്ക് പോയിട്ടാണ്. അത് പോയിടുമ്പോ ടൈമർ വരും. ഒരു 10 സെക്കൻഡ് കഴിഞ്ഞാല് അവിടെ ഇങ്ങനെ 24 മിനിറ്റിന് കാട്ടും. ടൈമർ വന്നു. ഇനി അതിൻ്റെ ഉള്ളിൽ കൂടെ വെള്ളം വരും. അത് ഓട്ടോമാറ്റിക്കായിട്ട് തിരുമ്പിക്കൂടും. കണ്ടു, സൗണ്ട് വന്നു, അതിക്ക് വെള്ളം ചാടും. ഇതൊന്നും നോക്കണ്ട കേട്ടോ, ഇതൊക്കെ ഇവിടുത്തെ ചളിയാണ്, പുറത്തത്തെ ചളിയാണ്.
ഇനിയിപ്പോ വീഡിയോയില് കാണും അത്ര ചളിയിലാണ് തിരുമ്പണെന്നൊക്കെ ചോദിക്കും. അപ്പൊ അടുത്തത് ചളിയാണേ. അപ്പൊ അങ്ങനെ അല്ല ഇനിയൊരു പണിയില്ല, ആകെ തിരുമ്പല് മാത്രമേ ഉള്ളൂ. അങ്ങനെ തിരുമ്പാക്കൂ. തിരുമ്പാട്ട് ഇട്ടാ കഴിഞ്ഞിട്ട് വേണം ഇതിൽ എവിടെയെങ്കിലും വന്നിടാന്. ഇതിപ്പോ ഞാൻ ഇന്നലെ നല്ല മര്യാദക്ക് ഇട്ട് പോയതാ, ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് വമ്പതാണ്. അങ്ങനൊക്കെ ഇതാണ് ഇവിടുത്തെ പാട്. തിരുമ്പ സ്ഥലല്ലെങ്കിൽ നമ്മളതൊക്കെ ചുരുട്ടി കൂട്ടാണ്ട് ഓലത് മര്യാദക്കില്ല. അങ്ങനെയൊക്കെയാണ്, ഭയങ്കര സിസ്റ്റാണ് ഇവിടെ. പിന്നെ ഇനി പണിക്ക് പോകണം. ചിലപ്പോൾ നൈറ്റ് ആയിക്കാരം, ചിലപ്പോൾ 4 മണിക്ക് ആയിക്കാരം, എപ്പോഴാണെന്ന് അറിയില്ല, ടൈം കൺഫേം ആയിട്ടില്ല. അപ്പം അങ്ങനെയൊക്കെയാണ്. ഇനി അത് കഴിഞ്ഞിട്ട് തിരുമ്പലാവട്ടെ. ഇനി 24 മണിക്കൂർ കഴിഞ്ഞിട്ട് 24 മിനിറ്റ് കഴിഞ്ഞിട്ടേ കഴിയുള്ളൂ. അപ്പം ഞാൻ കാട്ടിത്തരണ്ട്. ഒന്നുമില്ല, ഫുള്ള് വെള്ളമായി കാലം. വാഷിംഗ് മെഷീൻ ആണ്ട് കാര്യമൊന്നുമില്ല, ഉണക്കി തന്നെ മെഷീനാണ്, അതിൽ ഫുള്ള് വെള്ളമായി കാലം. ഇനി അത് കൈകൊണ്ട് പീഞ്ഞ് പിന്നെ അത് ആങ്കർമടണം, ആങ്കർമടല്ല അയലുമടണം, അങ്ങനെയൊക്കെ. അപ്പം ഇന്ന് കുറച്ച് എൻ്റെ കാട്ടിത്തരാം. അപ്പം നമ്മൾ ലൈക്കണം. ഇത് കഴിഞ്ഞാൽ ഇങ്ങനെ 0 കാട്ടും. അപ്പം നമ്മൾ കയ്യിലിക്കണം. അപ്പോൾ ഇട്ടോണ്ട് കൊണ്ട് ഇപ്പൊ വെള്ളമല്ല. ഇനിയിപ്പോ ഒരാൾ വേറെ ആളിട്ടാല് ഇനി ഫുള്ള് വെള്ളയിക്കാരം. അങ്ങനെ എടുത്ത് കയ്യിലും അങ്ങനെ. ഇനിയിപ്പോ വേറെ റൂമിൽ ഒരു പണിയില്ല. ഇനിയിപ്പോ വെറുതെ കുറച്ചു നേരം കിടക്കുക, അങ്ങനെയാണ്. ഇനി നമ്മളിപ്പോ ഇവിടെ എവിടെയെങ്കിലും തോരിയിടണം. ഇവിടെ ആണെങ്കിലും ഒറ്റ സ്ഥലത്തെ തോരിയിടലേ നടക്കുള്ളൂ. ഇപ്പൊ 3 ആൾക്കാരുണ്ടായതുകൊണ്ട് ഒന്നിന്റെ മേലെ ഒന്ന് വെക്കലാണ് ഞാൻ. അതാവുമ്പോ അധികം സ്ഥലം വേണ്ടല്ലോ, ആക്കും പോലെ ഉണങ്ങിയാലും മതി, ഇത്ര അർജന്റ് ഇല്ലൊന്നുമില്ല. അപ്പൊ ഇത് തോരിയിടട്ടെ. അങ്ങനെ തോരിയിടാൻ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ കുറെ സ്ഥലം വേണം. എത്ര ആൾക്കാരുണ്ട്, ഇതിൽ തന്നെ 10-50 ആൾക്കാരുണ്ട് ഞങ്ങളെ ഈ റൂമിൽ തന്നെ, ഈ എന്താ പറയാ, ഈ ബിൽഡിങ്ങിൽ തന്നെ. എല്ലാരും പറയാ തോരിയിടാൻ. കുറെ ആൾക്കാർ കാക്കും. ഷോക്സ് ഒന്നും തിരിഞ്ഞിടാൻ പറ്റില്ല, അതൊക്കെ എടുത്തോണ്ട് ആൾക്കാർ യൂണിഫോം വരെ എടുത്തോണ്ട്. അങ്ങനെയൊക്കെയാണ്. അപ്പൊ അത് തോരിയിട്ട് എടുക്കാണ്. അപ്പൊ ഇങ്ങനെ ഇട്ടേക്കണേ. ഇതിന്റെ ഉള്ളിൽ തന്നെ 4 ഇതിന്റെ ഉള്ളിൽ 5 അങ്ങനെയാണ് എടുക്കുന്നത്. അല്ലെങ്കിൽ വൈകുന്നേരം ആകുമ്പോൾ തന്നെ വേറെ ആൾക്കാർ വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടാണ്ട് പിന്നെ കിട്ടൂല. അപ്പൊ അങ്ങനെ ഇനിയിപ്പോ എന്താ, ഇനി കുറച്ച് നേരം കടക്കണം, അല്ല വേറെ ഒരു പണിയില്ല. പിന്നെ ഇതൊക്കെ തന്നെയാണ് ഇവിടുത്തെ ഒരു ദിവസത്തെ പരിപാടി. എന്നാൽ കാര്യമായിട്ട് ഈ തിരുമ്പാൻ തന്നെ ഉണ്ടാവുള്ളൂ, അല്ലാതെ വേറെ അങ്ങനെ അല്ലറ ചില്ലറ പണിയൊന്നും ഉണ്ടാവില്ല. തിരുമ്പുക, ഫുഡ് കഴിച്ച് കിടക്കുക, അങ്ങനെ തന്നെ. ഇപ്പത്തെ കാര്യമല്ല കേട്ടോ, ഇപ്പൊ നോമ്പല്ലേ. അല്ല പറയാ, അല്ലാതെ വേറെ പണി അങ്ങനെയൊന്നും ഇല്ല റൂമിലൊന്നും എടുക്കാനും ചെയ്യാനൊന്നും. അപ്പോൾ ഇനി പണിക്ക് പോയാണ്ട് അവിടുത്തെ ചെറിയ കാര്യങ്ങൾ കാട്ടി തരുന്നിട്ട് ചെറിയ പരിപാടി കാട്ടി തരണ്ട്. ഫുള്ളായിട്ട് കഴിയൊന്നുമില്ല. ഒന്നാമത് നോമ്പായതുകൊണ്ട് നമുക്ക് 6 മണിക്കൂർ ഡ്യൂട്ടി ഉള്ളൂ. 8 to 2 മണി വരെ ഉണ്ടാവില്ല. ഇപ്പൊ നൈറ്റ് ആവുമ്പോ ഇങ്ങനെ 5 മണിക്ക് പോവുകയാണെങ്കിൽ 6 മണിക്കൂർ കണ്ടിന്യൂ പരിപാടി കഴിഞ്ഞു. അങ്ങനെയാണ്. അപ്പോൾ ഇനി പണിക്ക് പോയിട്ട് നോക്കാം. അങ്ങനെ ഒക്കെ റെഡിയാക്കിയാണ്. ഇപ്പൊ ടൈം ആവാനായി, ഞാൻ 2-3 മിനിറ്റ് ഉള്ളൂ. അപ്പൊ ഇങ്ങനെ ഇതാണ് വാങ്ങിക്കുന്നത്. പിന്നെ ഫ്രൂട്ട്സ് അങ്ങനെ കഴിക്കലില്ല, അതാണ് വേറെ മാറ്റി വെച്ചിരിക്കണം. ഇതിന്റെ പെട്ട പിന്നെ വെള്ളമായാണ്ട് ജ്യൂസും വെള്ളവും. അപ്പൊ അങ്ങനെ ഇനി തുറക്കണം, പണിക്ക് പോകണം, അത്രേ ഉള്ളൂ. പിന്നെ ഇതൊക്കെ തന്നെ. അപ്പൊ ഇനി തുറക്കാൻ നോക്കട്ടെ. തുറന്നിട്ട് നിസ്കരിച്ചിട്ട് പണിയുണ്ട്, കുറച്ച് ചോർന്നിട്ട് പോകണം. പിന്നെ വന്നു കഴിഞ്ഞിട്ട് 1 മണി വരെ 2 മണി വരെ പണിയുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ വന്നിട്ട് പലിച്ച ചോറുന്നാണ്ട് പിന്നെ അങ്ങനെയാണ് കറക്കാല പരിപാടിയാണ്. ഇനിയിപ്പോൾ നാളെയും നൈറ്റ് ആവും, ഇതേ സെയിം സിസ്റ്റേക്കാരം. അങ്ങനെ അപ്പോൾ ടൈമായി, തുറക്കാൻ നോക്കട്ടെ. അങ്ങനെ തുറന്നു കഴിഞ്ഞു, നിസ്കാരം കഴിഞ്ഞു. കുറച്ച് നിന്നിട്ടുള്ളൂ കേട്ടോ. പണി എടുക്കണമല്ലോ എന്ന് ആലോചിച്ചിട്ട് ഒരു 2 എണ്ണക്കടിയും കുറച്ച് ജ്യൂസും കൂടിയിട്ടുള്ളൂ. ഇനി കുറച്ച് ചോറുന്നട്ടെ.
ഇനി കൊണ്ടോളിയൊന്നും നടക്കായി ഒന്നല്ല. ഇനി പിന്നെ അതിനായിട്ട് വേറെ പൈലറ്റ് മെച്ചപ്പെടുന്ന കുറച്ച് തിന്നിട്ട് പോയി വിചാരിച്ചു. ഇപ്പൊ ഫുഡ് കഴിച്ചിട്ട് ഇനി മാറ്റി പോവാണ്. ഇപ്പൊ ഫുഡ് കഴിക്കട്ടെ. ഇതാണ് ഫിഷ് ബിരിയാണിയാണ്. അങ്ങനെ തിന്നല് കഴിഞ്ഞു, എല്ലാ പരിപാടിയും കഴിഞ്ഞു. അപ്പൊ എന്താണ് ഞങ്ങളെ യൂണിഫോം. പല വീഡിയോയിലും പറഞ്ഞിരിക്കണം കേട്ടോ. അപ്പൊ അഥവാ ആൾക്കാർ ഇപ്പോൾ കാണുന്നുണ്ടെങ്കിൽ ഇതാണോ എന്ന് ജസ്റ്റ് പറയാന്നുള്ളൂ. അപ്പോ പോയേക്കട്ടെ. ഇതാണ് ബാഗ്. അതില് ഇങ്ങനെ ടൂളും കാര്യങ്ങളും സ്ക്രൂവിന്റെ ഇതും ബിറ്റും അങ്ങനത്തെ സാധനങ്ങളാണ്. അതുകൊണ്ടാണ് ബാഗ് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ അവിടുന്ന് വീഡിയോ എടുക്കാനൊന്നും പറ്റുമെന്ന് അറിയില്ല. ബാങ്കിലാണ് വർക്ക്, സെൻട്രൽ ബാങ്ക് അറിയും. അപ്പോൾ അവിടെ ഈ ഫോണ് ശരിക്കും അലോഡല്ല. എന്നാലും നോക്കി നോക്കട്ടെ, പറ്റുന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ വീഡിയോ കാട്ടിത്തരാം. പിന്നെ അതോട് കൂടിയാണ് ഇത് വൈൻഡപ്പ് ആക്കും. ഇന്നത്തെ ഒരു ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. മിസ്റ്റേക്കുകൾ ഉണ്ടാവും, മിസ്റ്റേക്ക് ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. നല്ല മിസ്റ്റേക്കുകൾ ഉണ്ടാവും, ചിലത് പറഞ്ഞു തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ അപ്പൊ എന്നാ ഞാൻ പോയോക്കട്ടെ. എല്ലാരും പോയിക്കോണം. ഓര് പറഞ്ഞു പോരാനും ഒന്ന് വിളിച്ചിനി. അപ്പൊ ഞാൻ പെരയിൽ കുടിക്കേനി. അപ്പൊ ഇനി പണിക്കോട്ടെ. ഇനിയിപ്പോ എപ്പോഴാ 2 മണി വരെ ഡ്യൂട്ടി ഉണ്ടാവും. 6 മണിക്കൂർ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ 2 മണി വരെ വർക്ക് എടുക്കേണ്ടി വരും. അങ്ങനെയാണ്. അപ്പോ പോയാലും അവിടെ ഫോണ് കയറ്റാൻ പറ്റൂല. ഇനി അവിടെ എത്തി, റൂമിൽ തിരിച്ചെത്തി. അവിടെ അലോഡില്ല, ബാങ്കിലായതുകൊണ്ട് ഫോണ് കയറ്റാൻ പറ്റും. റൂമിലെത്തി എന്നാല് ഇപ്പൊ എത്തിയിട്ടുള്ളൂ. അത് വന്നാല് ബാങ്കിലെ ഇനി പണി. സെൻട്രൽ ബാങ്കാണ്. ഈ പൈസ ഉണ്ടാക്കണൊക്കെ ഒരു ബാങ്കാണ്. അപ്പൊ അവിടെ നമുക്ക് ഫോൺ അലോഡില്ലേനു. അപ്പൊ അതുകൊണ്ട് അവിടെ വീഡിയോ എടുക്കാൻ പറ്റൂലായിരുന്നു, ഫോൺ എടുക്കാൻ പറ്റിയില്ലേനു. ഫോണ് താഴെ വെച്ചിട്ടാണ് മേലേക്ക് പോയത്. അതുകൊണ്ട് പണീൻ്റെ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഇപ്പൊ എത്തി, ഇപ്പൊ 2 മണിയായി. ഇനി ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് കിടക്കണം. അങ്ങനെ അപ്പോൾ എന്താ പറയാ, ഒരു ഇനിയും കൂടെ കഴിയണ മാതിരി ഒരു ചെറിയ വീഡിയോ. വലിയ മട്ടത്തിലൊന്നുമില്ല. എന്താ പറയാ, രാവിലെ മുതൽ ഈ നോമ്പ് തുറക്കണം കാര്യങ്ങളൊക്കെ ചെറിയ തോതിൽ ഇങ്ങനെ ഇനിയും കൊണ്ട് കഴിയണ മാതിരി ഒരു വീഡിയോ. അപ്പൊ എല്ലാവരോടും അസ്സലാമു അലൈക്കും. അടുത്ത വീഡിയോ കാണാം.